ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പീറ്റാണ്. പച്ചരി വെച്ചിട്ട് ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ തയ്യാറാക്കലുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാട്ടോ. അതായത് കുക്കിംഗ് പഠിച്ച് വരുന്ന കുട്ടികൾക്ക് പോലും ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചില ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പലഹാരം വളരെ പ്രധാനമാണ്. ഈ ഒരു പലഹാരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി ഞാനൊരു അളവ് പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി കപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നീട് എടുക്കുന്നതൊക്കെ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് മിനിമം ഇത് 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി 4-5 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് തന്നെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറ് എടുക്കണം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ അരഞ്ഞ് കിട്ടുന്ന ആ ഒരു ജാറ് വേണം എടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ചോറ് എടുക്കുന്നത് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി മട്ട അരി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ തവണ നമുക്ക് അടിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 പ്രാവശ്യം അടിച്ചെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ജാറായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറും പച്ചരിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിരുന്നു ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് ഞാൻ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പ്, കൂടുതലായിട്ട് ഉപ്പ് ചേർക്കേണ്ട. ഇത് ചെറിയൊരു മധുരമുള്ളൊരു പലഹാരമാണ്. എന്നാൽ കൂടുതലായിട്ട് മധുരമല്ലേനും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര എത്ര വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 250 ml കപ്പിന് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു തവിയുടെ പുറകിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ലൊരു വര കണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ മാവ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ചോറും മുട്ടയും പച്ചരിയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ കണ്ടോ, മാവ് ഞാനൊരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചു. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കണം കേട്ടോ, ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുക. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏകദേശം ഒരു 20 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊങ്ങി വരും. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓയിലൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. 1 മിനിറ്റ് ആകുമ്പോഴത്തേനും ഒരു സൈഡ് ആയി കിട്ടും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്നായി കിട്ടും. കൂടുതൽ നേരം കുക്കാകാൻ എണ്ണയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് പരന്ന ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് റൗണ്ടായി കിട്ടും. അപ്പോൾ അതാ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറായപ്പോഴത്തേന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഉള്ളിൽ നല്ലപോലെ കുക്കായി കിട്ടും. കൂടുതൽ കളർ മാറുമ്പോഴത്തേനും ഇതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ ഒരു വശം ഏകദേശം 1 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും ആയി കിട്ടും. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ടൈം പോകുന്നത് അരി കുതിർക്കുന്ന ആ ഒരു സമയം മാത്രമാണ്. പിന്നീട് നമുക്ക് ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി നമ്മൾ എന്തായാലും 4-5 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തിയെടുക്കണം. ആ ഒരു സമയം മാത്രമാണ് നമുക്ക് വേസ്റ്റായി പോകുന്നത്. പിന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഉള്ളു ആരെടുത്ത പോലെയാണ്, നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല ആരെടുത്ത പോലെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഒരു ഇളം മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ വെറുതെ വേണമെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. പച്ചരിയും മുട്ടയും ചോറൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക.